ഹലോ ഹായ് വെൽക്കം ടു മൈ ചാനൽ വൺസ് അഗെയിൻ. ഡിസംബർ ആയിക്കഴിഞ്ഞാൽ കാനഡയിൽ പൊതുവെ എല്ലാവർക്കും ഒരു ഹോളിഡേ മൂഡാണ്. അപ്പോൾ ക്രിസ്മസും ന്യൂ ഇയറിനൊക്കെ ഇനിയും ദിവസങ്ങൾ ബാക്കിയുണ്ടെങ്കിലും പൊതുവേ അങ്ങനെയാണ് ഇവിടുത്തെ ഒരു കൾച്ചർ, വിച്ച് ഐ എം ഓൾസോ എൻജോയിങ് ഇറ്റ്. ഒരുപാട് പേർക്ക് പല രീതിയിലുള്ള സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സമയമായതുകൊണ്ട് അവരുടെ ഭാവിയെപ്പറ്റി അവർക്ക് പ്രത്യേകിച്ച് ഒരു ഐഡിയ ഒന്നും ഇല്ലാതെ ഇങ്ങനെ ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരു സമയത്തും ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ഇമെയിലായിട്ട് വരുന്നുണ്ട്. ചിലവരൊക്കെ വാട്സപ്പായിട്ട് അയക്കും. ബട്ട് ഓഫ് കോഴ്സ് ഞാൻ മുന്നേ എൻ്റെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇതിനൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോരാൾക്കും മറുപടി കൊടുക്കുക പറഞ്ഞാൽ ഇത് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ. കഴിഞ്ഞ ഒരു മാസത്തിൽ വന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 4-5 ക്വസ്റ്റ്യൻ നമ്മൾ പിക്ക് ചെയ്തിട്ട് ഇന്നത്തെ വീഡിയോയിൽ അതിന് മറുപടി പറയാമെന്ന് ചോദിച്ചു. പിന്നെ കാനഡയിൽ നിന്ന് മിക്ക ആൾക്കാരും ഈ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാവലിംഗ് മറ്റൊക്കെ ആയിട്ട് ഒരുപാട് വെക്കേഷനൊക്കെ പോകുന്നൊരു ടൈം ആയതുകൊണ്ട് ഞാനും അടുത്ത ഒരു മാസത്തോളം കാനഡയിൽ കാണത്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ വീഡിയോകളും ചിലപ്പം കാണത്തില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഒരു 4-5 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പലരും ചോദിച്ച ചോദ്യങ്ങൾക്ക് ചിലപ്പോൾ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് പലർക്കും മറുപടി കൊടുക്കാൻ പറ്റാതിരുന്ന ആ ചോദ്യങ്ങൾക്ക് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഇന്ന് മറുപടി വരാൻ നോക്കാം. ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ്, അതായത് കാനഡൻ്റെ അകത്ത് നിങ്ങൾക്കറിയാം ലീഗലി വർക്ക് ചെയ്യുന്നവരെന്ന് പറയുമ്പോഴത്തേക്ക് വർക്ക് പെർമിറ്റിൽ, സ്പൗസ് വർക്ക് പെർമിറ്റിൽ, PGWP അല്ലെങ്കിൽ മറ്റേ LMI എക്സ്മിറ്റഡ് ആയിട്ടുള്ള ICT ടൈപ്പ് വർക്ക് പെർമിറ്റിലൊക്കെ ജോലി ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ വർക്ക് എക്സ്പീരിയൻസ്, ഫുൾ ടൈം വർക്ക് എക്സ്പീരിയൻസ്, എലിജിബിൾ ജോബ്സ് 1 ഇയർ ഫുൾ ടൈം ജോലി ചെയ്യുമ്പോഴത്തേക്ക് അവർ കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും എക്സ്പ്രസ് എൻട്രി ഈ കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് ഡ്രോ വരുമ്പോഴത്തേക്ക് ഇതിനഫ് സ്കോറൊക്കെ ഉള്ളവർക്ക് ഇൻവിറ്റേഷൻ കിട്ടും, അവർ PR അപ്ലൈ ചെയ്യും. ബട്ട് ഇപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പഴയ മാതിരിയല്ല. ഇമിഗ്രേഷൻ കാനഡ ഒത്തിരി സ്ട്രിക്റ്റാണ് ഈ എക്സ്പീരിയൻസിൻ്റെ കാര്യത്തിൽ. അപ്പം ആദ്യത്തെ ഒരു ചോദ്യം എന്ന് പറയുമ്പോഴത്തേക്ക് അതിനനുബന്ധമായിട്ട് വേറൊരു ചോദ്യം കൂടിയുണ്ട്. മാറ്റർനിറ്റി ലീവ് പോകുന്ന ആൾക്കാർ, അപ്പോൾ മാറ്റർനിറ്റി നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ആൾക്കാർ ആ ലീവിന് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു 3 മാസത്തേക്ക് ഒരാൾ ആബ്സെൻ്റായിട്ട് നിന്നാൽ ശരിക്കും പറഞ്ഞാൽ പുള്ളിക്കാരി 1 ഇയർ ജോലി ചെയ്യുമെന്ന് പറയാം. ബട്ട് ആ 1 ഇയറിൽ ചിലപ്പോൾ 3 മന്ത്സും മാറ്റർനിറ്റി ലീവിലായിരിക്കും. അപ്പം സ്വാഭാവികമായിട്ടും അത് ഇവിടെ ഒരു രീതിയിലും PR അല്ലെങ്കിൽ കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് ആയിട്ട് കൗണ്ട് ചെയ്യുമെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നോ, ഇറ്റ് വോണ്ട് ബി കൗണ്ടഡ് ടുവാർഡ്സ് യുവർ കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് എക്സ്പീരിയൻസ്. ഇറ്റ് ഹാസ് ടു ബി ബേസിക്കലി എ റിയൽ എക്സ്പീരിയൻസ് ദാറ്റ് യു ഹാവ് ബീൻ വർക്കിംഗ്, കറക്റ്റ്? അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു പീരിയഡ് അറ്റ്ലീസ്റ്റ് മേക്കപ്പ് ചെയ്തിട്ട്, അതായത് നിങ്ങൾ 3 months ആണ് ഗ്യാപ്പ് ആണെങ്കിൽ 1 ഇയർ 3 months എക്സ്ട്രാ ജോലി ചെയ്തിട്ട് പിന്നെ അത് ആ പീരിയഡ് ഞാൻ ശരിക്കും 12 months ജോലി ചെയ്തിരുന്നു, പക്ഷേ ഈ 15 months 3 months ഗ്യാപ്പ് വന്ന മാറ്റർനിറ്റി ലീവാന്ന് പറഞ്ഞ് എൻ്റെ ഡോക്യുമെൻ്റൊക്കെ കാണിച്ചാൽ യെസ്, ഇറ്റ് മേ ബി അക്സെപ്റ്റഡ്. അവിടെയും കുറേ ഗ്രേ ഏരിയ ഒക്കെ ഉണ്ട്. ഇമിഗ്രേഷൻ കാനഡ പ്രോബബ്ലി മേ ഈവൻ സ്റ്റോപ്പ് ഇൻ ദ ഫ്യൂച്ചർ. ഫോർ ടൈം ബീങ് ദേ ആർ അക്സെപ്റ്റിംഗ് ഇറ്റ്. പിന്നെ ഒരു ചോദ്യം ഇതിന് അനുബന്ധമായിട്ടൊരു ക്വസ്റ്റ്യനാണ്. ഇറ്റ്സ് നോട്ട് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ചിലവർ ലീവിന് പോകുമല്ലോ, ഇതേ പീരീഡിൽ തന്നെ ഈ 1 ഇയർ ജോലി ചെയ്യുന്നതിടക്ക് ഒരു 2 ആഴ്ചത്തേക്കോ 1 മാസത്തേക്കോ 2 മാസത്തേക്കോ ലീവിന് പോകും. അപ്പോൾ അതിൽ പ്ലീസ് കീപ്പ് ഇൻ മൈൻഡ്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു നോ ദാറ്റ് 2 weeks വരെ ഇവർ അക്സെപ്റ്റ് ചെയ്യും. കാരണം കനഡയിൽ നോർമൽ ലേബർ റൂൾ അനുസരിച്ചിട്ട് ഇവിടെ ഒരു 1 ഇയറിൽ 2 weeks ഒക്കെ പെയ്ഡ് ലീവാണ് ഇവിടുത്തെ നോം. യു നീഡ് ടു ബി വെരി കെയർഫുൾ. CEC എക്സ്പീരിയൻസ് ആയിട്ട് അത് കൗണ്ട് ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ആ ഒരു പീരീഡ് കൂടി മേക്കപ്പ് ചെയ്തിട്ട് അതിനെ ലോജിക്കലായിട്ട് അതിൻ്റെ പ്രൂഫൊക്കെ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ദാറ്റ് കുഡ് ബി കൺസിഡർഡ് ആസ് 1 ഇയർ എക്സ്പീരിയൻസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് ഈ നോൺ അക്കമ്പനീഡ് ആയിട്ടുള്ള സ്പൗസിന് നോൺ അക്കമ്പനീഡ് ആണെന്ന് പറഞ്ഞ് എക്സ്പ്രസ് എൻട്രിയിൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ട് ITA കിട്ടിയതിന് ശേഷം PR അപ്ലൈ ചെയ്തു. ചിലവർ ഈ PRന് ശേഷം ഈ PR ഇപ്പോൾ ഒരുപാട് പേർക്ക് റെഫ്യൂസലായിട്ട് വരികയാണ്. കാരണം ഈ സ്പൗസ് ഈസ് ഇൻ കാനഡ, സ്പൗസിൻ്റെ ഓപ്പൺ വർക്ക് പെർമിറ്റിൽ ഓൾറെഡി ഇവിടെ ഉണ്ട്. ബട്ട് നമ്മൾ എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്നത് CRS പോയിൻ്റ് കൂട്ടി കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ സ്പൗസ് അൺഅക്കമ്പനീഡാണെന്ന് പറഞ്ഞിരിക്കുന്നത്. PR വരുമ്പോഴത്തേക്ക് ദ ഗവൺമെൻറ് ഈസ് റിയലൈസിങ് യുവർ സ്പൗസ് ഈസ് സ്റ്റിൽ ഇൻ കാനഡ. അപ്പോഴത്തേക്ക് അതിൻ്റെ പേരിൽ PR ഈസ് ഗെറ്റിംഗ് റെഫ്യൂസ്ഡ്. അപ്പോൾ അവർ കാണുന്ന പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു CRS പോയിൻ്റ് കൂടാൻ വേണ്ടിയിട്ട് വെറുതെ കളവ് പറഞ്ഞാണ് ദ പേഴ്സൺ ഈസ് സ്റ്റിൽ ഇൻ കാനഡ. അതുകൊണ്ട് തന്നെ ബി വെരി കെയർഫുൾ. മെനി പീപ്പിൾ ആർ ഗെറ്റിംഗ് റെഫ്യൂസൽസ്. ഇൻ ദ പാസ്റ്റ് IRCC യൂസ് ടു ബി ക്വൈറ്റ് ലീനിയൻ്റ് ഓൺ ഓൾ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി ലീനിയൻ്റ് ആയിരുന്നു. ബട്ട് ഇറ്റ്സ് നോ മോർ. അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ മാറുന്നതനുസരിച്ചിട്ട് നമ്മളും അത് പ്രൊആക്റ്റീവായിട്ട് നീങ്ങാം. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞാൽ അഥവാ നിങ്ങൾ ITA വന്നു, നിങ്ങൾ അൺഅക്കമ്പനീഡ് എന്ന് പറഞ്ഞു, ബട്ട് ഹസ്ബൻഡ് ഈസ് സ്റ്റിൽ ഹിയർ, ദെൻ വട്ട് യു ഡു? യു മേ ഹാവ് ടു ഡിക്ലൈൻ ഇറ്റ് റാദർ ആൻഡ് ദെൻ റീഅപ്ലൈ ആസ് അക്കമ്പനീഡ്, ഓർ യു ലെറ്റ് യുവർ സ്പൗസ് ഗോ ഫോർ at least Canadian government, once they find out the spouse is no more in Canada,
ദാറ്റ് ക്യാൻ ബി വെൽ എക്സ്പ്ലെയിൻ വെൻ യു സേ ദാറ്റ് അൺഅക്കമ്പനീഡ്, കറക്റ്റ്? അപ്പോൾ അതാണ് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ. പിന്നെ നമ്പർ 3, പാരൻസിൻ്റെ വിസിറ്റർ വിസ ഒരുപാട് റെഫ്യൂസ്ഡ് ആവുന്നതാണ് കാരണം. ഇപ്പോൾ എല്ലാവരുടെ വിസിറ്റർ വിസയും പൊതുവെ റെഫ്യൂസ് ആവുകയാണ്, പക്ഷേ പാരൻസിൻ്റെ വിസിറ്റർ വിസ പണ്ടങ്ങനെ റെഫ്യൂസ് ആവാറില്ലായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ അതും കൂടി കൂടുതൽ റെഫ്യൂസ് ആകുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ വളരെ സിമ്പിൾ. കനേഡിയൻ ഗവൺമെൻറ് എക്സ്പെക്ട്സ് പാരൻസ് ടു ഗോ ഫോർ സൂപ്പർ വിസ. എന്തുകൊണ്ടാണ് കനേഡിയൻ ഗവൺമെൻറ്? ഇറ്റ്സ് എ ഗവൺമെൻറ് സ്പെഷ്യൽ ഇൻട്രസ്റ്റ്, കറക്റ്റ്? മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഹു ആർ കമ്മിങ് ആസ് പാരൻസ്, ദർ അബവ് 60, they can be more prone to the health issues in Canada. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇഫ് ദ പാരൻസ് ആർ നോട്ട് കമ്മിങ് വിത്ത് എ ഹെൽത്ത് ഇൻഷുറൻസ് or the person who brings them to Canada are not financially, sound enough to take care of them, obviously that could be a burden for Canadian government. അപ്പോൾ അതാണ് Canadian government always wants to play it safe for the government itself. സ്വാഭാവികമായിട്ടും അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ സൂപ്പർ വിസ ആകുമ്പോഴത്തേക്ക് ഈ വ്യക്തി എലിജിബിൾ ആയിരിക്കണം. പ്രത്യേകിച്ച് സൂപ്പർ വിസയൊക്കെ നിങ്ങൾക്കറിയാം, ഒരു പെർട്ടിക്കുലർ സാലറി മീറ്റ് ചെയ്യണം, പിന്നെ ചില കണ്ടീഷൻ PR ആയിരിക്കണം, പിന്നെ അവർ മെഡിക്കൽ ഇൻഷുറൻസ് വാങ്ങിക്കണം. അപ്പോൾ ഈ കണ്ടീഷനൊക്കെ വെച്ചുകൊണ്ട് ഈ പാരൻസ് വന്നിട്ട് അവരൊരു വർഷം 2 വർഷം വേണമെങ്കിൽ നിൽക്കാം, 5 വർഷം വേണമെങ്കിൽ നിൽക്കാം. പക്ഷേ മറ്റേ വിസയൊക്കെ വന്നു കഴിഞ്ഞാൽ 5-6 മാസം നിൽക്കണ്ടു, പിന്നെ ഒരു 5-6 മാസം നിൽക്കാൻ പറ്റത്തുള്ളൂ, പിന്നെ അവർ റിന്യൂ ചെയ്യണം. ബട്ട് ദേ ഡോണ്ട് ലുക്ക് അറ്റ് വാട്ട് യു വാണ്ട്, ദേ ലുക്ക് അറ്റ് വാട്ട് ഈസ് ഇൻ ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് കാനഡ. അതുകൊണ്ട് തന്നെ പാരൻസിൻ്റെ കേസിൽ ഐ സ്ട്രോങ്ലി റെക്കമെൻഡ്, ഇഫ് യു ആർ സംവാട്ട് യു ക്യാൻ മാനേജ്, പ്ലീസ് ഗോ വിത്ത് സൂപ്പർ വിസ, നോട്ട് ദ വിസിറ്റർ വിസ. Sometime very lucky if it gets approved, but most of the time I see the refusals without even giving a proper reasons, and I can really read between the lines. It is just Immigration Canada expects you to go for super visa. പിന്നെ the fourth question is that the CRS point കൂട്ടാൻ എന്തെങ്കിലും മാജിക് ഉണ്ടോ? നമ്മളൊരുപാട് ഇത് മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞു, ഫ്രഞ്ച് പഠിക്കുക, ലാംഗ്വേജ് ടെസ്റ്റിൻ്റെ സ്കോർ കൂട്ട്, ഏജിങ് മാറ്റാൻ പറ്റത്തില്ല. അപ്പം സ്വാഭാവികമായിട്ട് അതൊക്കെ തന്നെ വഴിയുള്ളൂ. ബട്ട് is there anything like hidden tricks where your work experience point can be increased when you are working in Canada? Yes. അതൊരു വളരെ tricky situation ആണ്. If you have a full-time job in Canada, let's say you work 35 hours per week, you are getting qualified as Canadian Experience Class after completing 1 year. But meanwhile, during the simultaneously, you can also go and work for another firm abroad. For example, you are an IT consultant, then you can do that. Not all jobs are going to be done like that. You know that your physical presence may be very important in certain jobs, but there are jobs also where you can work remotely. It can be customer service job, it can be IT jobs. But keep in mind that if you really try to create some kind of a fake experience, that can really backfire. So if you're doing something genuine, yes, there's nothing wrong in trying it out. So far IRCC is okay accepting it, but I don't know about future. ഇത് ഒരുപാട് പേര് ഇന്നലെ വരെക്കും എനിക്ക് കേരളത്തിൽ നിന്ന് 1-2 കാര്യം ഉണ്ടായിരുന്നു. കനഡയിലോട്ട് വിസിറ്റ് വരുന്ന ഒരുപാട് പേരെ എയർപോർട്ടിലൊക്കെ തടഞ്ഞു വെക്കുന്നു, പ്രശ്നം ഉണ്ടാക്കുന്നൊക്കെ പറഞ്ഞ് നമ്മൾ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഉള്ള കാര്യമാണ്. ഒത്തിരി ഇപ്പം പഴയ പോലെയല്ല, ഒത്തിരി അവർ സ്ക്രൂട്ടനൈസ് ചെയ്തിട്ടും ഒത്തിരി ഗ്രിൽ ചെയ്തിട്ടൊക്കെയാണ് ആൾക്കാരകത്തോട്ട് കടത്തിവിടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഫൈനാൻഷ്യൽ പ്രൂഫ് എങ്ങനെ നമ്മൾ എയർപോർട്ടിൽ കാണിക്കും എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് നിങ്ങൾക്കറിയാം കനഡിയൻ ഗവൺമെൻറ് ഓൺലി അലൗസ് ടു ബ്രിങ് മോർ ദാൻ നോട്ട് മാക്സിമം $10,000 Canadian worth. അത് ഇറ്റ് ക്യാൻ ബി ഇൻ ദ ഫോം ഓഫ് മണി ഓർഡർ ആവാം, ട്രാവലേഴ്സ് ചെക്ക് ആവാം, ക്യാഷ് ആവാം, എല്ലാം കൂടിയിട്ട് അത്രേ വരാൻ പാടുള്ളൂ കേട്ടോ. ഇനി അതിന് മേലെ കൊണ്ടുവരുന്ന പ്രശ്നമൊന്നുമില്ല, എത്ര വേണം കൊണ്ടുവരാം. ബട്ട് ദ പ്രോബ്ലം യു ഹാവ് ടു ഡിക്ലെയർ ഇറ്റ്. എനിത്തിങ് അബൌട്ട് $10,000 യു ഹാവ് ടു ഡിക്ലെയർ ഇറ്റ്. അത് പ്ലീസ് കീപ് ദാറ്റ് ഇൻ മൈൻഡ്. പിന്നെ കൂടാതെ നിങ്ങൾ വിസിറ്ററായിട്ട് വരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങൾ അക്കോമഡേഷൻ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രൂഫും റിട്ടേൺ എയർ ടിക്കറ്റ് നിങ്ങൾക്ക് ആരെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിൽ പിന്നെ കമ്മിറ്റ്മെൻറ്റോ ലെറ്ററോ എന്തെങ്കിലുമൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അത് കാണിക്കുക. ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഇത് പറഞ്ഞതാണ്. അതുപോലെ തന്നെ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ഓൾസോ യു ഷോ ദം ദ ക്രെഡിറ്റ് കാർഡ്സ്. യു ക്യാൻ ടെൽ ദം ദാറ്റ് ജസ്റ്റ് ഗോട്ട് 5 lakhs 10 lakhs വാട്ട് എവർ ക്രെഡിറ്റ് ലിമിറ്റ് ഇസ് ദെയർ. സോ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അത് കൺവിൻസിങ് ആയിട്ട് ഓഫീസേഴ്സ് മിക്കവാറും നിങ്ങൾ ദേ ലെറ്റ് യു ഇൻ. ഈ ഒരു 5 ചോദ്യങ്ങളാണ് മെയിനായിട്ട് എനിക്ക് കുറേ നാളുകളായിട്ട് ഇമെയിലായിട്ടും ഫോണിലൊക്കെ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനൊരു വീഡിയോ വഴി ഇത് പറയുമ്പോഴത്തേക്ക് ഒരുപാട് പേർക്ക് ഈ ഒരു കാര്യം ഉപകാരപ്പെട്ടേക്കാം. മാത്രമല്ല നമ്മൾക്ക് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്യും rather than asking them to book consultation. ഓക്കെ, അത്രയൊക്കെ തന്നെയുള്ള കാര്യങ്ങൾ. പിന്നെ പുതുതായിട്ട് എന്തെങ്കിലും ഇമിഗ്രേഷൻ അപ്ഡേറ്റ്സ് ഒക്കെ വരാൻ സാധ്യത കുറവാണ്. ഡിസംബർ ഇസ് എ സ്ലീപ്പി മന്ത് ആൻഡ് എവരിബഡി ഈസ് ഇൻ ദ ഹോളിഡേ ആൻഡ് ഫെസ്റ്റിവൽ മൂഡ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും സെലിബ്രേഷൻ പ്ലാനുകളൊക്കെ ആയിട്ട് പലരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാവൽ ചെയ്യാണ്. ഐ എം ഓൾസോ ഔട്ട് ഓഫ് കാനഡ ഫോർ ഓൾമോസ്റ്റ് couple of weeks and then once I'm back I will try to again come back to you with some kind of informative and useful videos. അപ്പോൾ അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ് and well in advance I wish you all happy holidays. Take care and all the best. Bye.